ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. ആലുപൂരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആലുപൂരി എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ റവയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കറി കൂട്ടിയോ അല്ലാതെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പൂരി ഉണ്ടാക്കേണ്ടത്. പൂരി ഉണ്ടാക്കാനായിട്ട് ആദ്യം അരക്കപ്പ് റവ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി റവയിലേക്ക് അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അരക്കപ്പ് റവക്ക് അരക്കപ്പ് ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ചൂടുവെള്ളം ചേർത്ത് കഴിഞ്ഞ് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതിനുശേഷം പാത്രം മൂടി ഒരു 10 മിനിറ്റ് റവ ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ്. അത് ഞാൻ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഉരുളക്കിഴങ്ങ് പ്രഷർ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം തൊലി കളഞ്ഞ് വെച്ചതാണിത്. ഇനി ഉരുളക്കിഴങ്ങ് ഒരു ഗ്രേറ്ററിൽ വെച്ച് നന്നായിട്ട് ചീകി എടുക്കണം. ഇപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം ഈ കാണുന്ന പോലെ നന്നായിട്ട് ചീകി എടുത്തിട്ടുണ്ട്. റവ കുതിരാൻ വെച്ചിട്ട് 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഉണക്കമുളക് ക്രഷ് ചെയ്തത്, കുറച്ച് മല്ലിയിലയും അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് ചീകി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. റവയും ഉരുളക്കിഴങ്ങും മസാല എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. റവയും ഉരുളക്കിഴങ്ങും കൂടി കാണുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. പൊടി കുറേശ്ശെയായിട്ട് പല പ്രാവശ്യമായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പൊടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ബാക്കിയുള്ള പൊടിയും കൂടി നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. കുഴയ്ക്കുന്ന സമയത്ത് നമ്മൾ വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉരുളക്കിഴങ്ങിലുള്ള വെള്ളവും നമ്മൾ റവയിൽ ചേർത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ ഇതും കൊണ്ട് നമുക്ക് പൊടി നല്ല പാകത്തിന് കുഴച്ചെടുക്കാൻ പറ്റും. കുഴക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റാണെന്ന് തോന്നിയാൽ നമ്മൾ കുഴച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല പാകത്തിന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ പൂരിക്കുള്ള മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണെന്ന്. കുഴച്ച മാവിലേക്ക് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് കുഴച്ചതിന് ശേഷം മൂടി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒന്ന് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത മാവിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടി ചെറിയ ഉരുളകളായിട്ട് എടുക്കണം. എല്ലാ മാവും നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി ഉരുട്ടിയെടുത്ത മാവ് നമുക്ക് ഒരു ചപ്പാത്തിപ്പലയിൽ വെച്ചിട്ട് ചെറിയ ചെറിയ പൂരികളായിട്ട് പരത്തിയെടുക്കാം. കൂടുതൽ ബലത്തിലൊന്നും പരത്തണ്ട, പതുക്കെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അതുപോലെ തന്നെ പരത്തിയെടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ നേർമയിലും പരത്താൻ പാടില്ല, കൂടുതൽ കട്ടിയിലും പരത്താൻ പാടില്ല. അതിനിടയിലുള്ള ഒരു പാകത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. പൂരി കാണുന്ന പോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ പൂരി ഉണ്ടാക്കി എടുക്കാം. പൂരി വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പൂരി ഇട്ട് കൊടുക്കാം. പൂരി ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് കുമളച്ച് വരും. ഒരു ഭാഗം മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിടാം. പൂരി ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുമ്പോൾ പുറമെല്ലാം. ഇത്തിരി ചൂട് കൂടുതലായിരുന്നു, അതാണ് പെട്ടെന്ന് കളർ മാറിയിരിക്കുന്നത്.
ഒരു പൂരി മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി മാറ്റാം. ബാക്കിയുള്ള പൂരിയും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പൂരി ഇട്ടതിന് ശേഷം ചട്ടവും കൊണ്ട് ഇതുപോലെ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൂരി നന്നായിട്ട് കൊമളച്ച് വരും. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ആലൂപ്പൂരി റെഡി ആയി കഴിഞ്ഞാൽ. എത്ര സമയം ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ പൂരി. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു വിടാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. ഇത് ചൂടോടെ കറി കൂട്ടിയോ അല്ലാതെ വേണമെങ്കിലും കഴിക്കാൻ നല്ലതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്